ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അതിനകത്തിരുന്ന് ഒരു ഇന്ത്യക്കാരൻ സ്വന്തം നാടിനെ കാണുമ്പോഴുള്ള അനുഭവം എന്താകും എന്നാലോചിച്ചിട്ടുണ്ടോ? ആ അപൂർവ ദൃശ്യാനുഭവത്തിന്റെ ചെറിയൊരു ശകലം രാജ്യത്തെ 140 കോടി മനുഷ്യർക്കായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല പങ്കുവച്ചിരുന്നു. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ISS-ലെത്തുകയും ബഹിരാകാശ പര്യവേക്ഷണം നടത്തുകയും ചെയ്ത ശുഭാൻശുവും സംഘവും ദിവസങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ തിരിച്ചെത്തുന്നത്. ബഹിരാകാശത്തു നിന്ന് ശുഭാൻശു കണ്ട ഇന്ത്യയുടെ മനോഹരമായ ദൃശ്യത്തിന്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്, ബഹിരാകാശത്തെ മായിക കാഴ്ചകളിലേക്ക് വിശദമായി വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തേക്ക് പറന്ന് ചരിത്രമെഴുതുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1984-ലായിരുന്നു ആ ചരിത്രയാത്ര സംഭവിച്ചത്. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് രണ്ടാമതൊരാൾ ബഹിരാകാശ യാത്ര നടത്തുന്നത്. ലക്നൌ സ്വദേശിയായ ശുഭാൻശു ശുക്ല ISS-ലെ പര്യവേക്ഷണങ്ങളുടെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 100 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെയും പ്രതീക്ഷകളെയും പ്രാർത്ഥനകളെയും എല്ലാം തോളിലേറ്റിയായിരുന്നു ഈ 39-കാരൻ കഴിഞ്ഞ ജൂൺ 25-ന് ബഹിരാകാശത്തേക്ക് പറന്നത്. നാസ, ISRO, SpaceX, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത ദൗത്യമായ ആക്സിയം 4-ലായിരുന്നു ആ ചരിത്രയാത്ര. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് SpaceX-ന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകം കുതിച്ചുയരുന്നത്. US ബഹിരാകാശ പര്യവേക്ഷകയും മിഷൻ കമാൻഡറുമായ പെഗി വിറ്റ്സൺ, യൂറോപ്യൻ സ്പേസ് ഏജൻസി പര്യവേക്ഷകൻ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിയവ്സ്കി, ഹംഗേറിയൻ മെക്കാനിക്കൽ എഞ്ചിനീയറും മിഷൻ സ്പെഷ്യലിസ്റ്റുമായ ടിബോർ കപ്പു എന്നിവരായിരുന്നു കൂടെയുണ്ടായിരുന്നത്. 19 ദിവസം ബഹിരാകാശത്തെ ISS നിലയത്തിൽ കഴിഞ്ഞ സംഘം 60-ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് നടത്തിയത്. ഒടുവിൽ ജൂലൈ 15-നാണ് കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിൽ എല്ലാവരും സുരക്ഷിതരായി തിരിച്ചിറങ്ങിയത്. ഈ യാത്രയിൽ താൻ കണ്ട ഇന്ത്യയുടെ ബഹിരാകാശ കാഴ്ച എന്തുമാത്രം മനോഹരമായിരുന്നുവെന്ന് ശുഭാൻശു വിവരിച്ചിരുന്നു. ആ അനുഭവം മുഴുവൻ ഇന്ത്യക്കാർക്കുമായി പകർന്നു നൽകുകയാണ് എന്ന് പറഞ്ഞ് ചില ദൃശ്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ആക്സിയം ദൗത്യത്തിനിടെ പകർത്തിയ ദൃശ്യങ്ങളാണ് ടൈം ലാപ്സ് വീഡിയോ ആയി ശുഭാൻശു തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിരിക്കുന്നത്. ISS-ന്റെ ജാലകമായ കപ്പോളയിലിരുന്ന് നേരിട്ട് അനുഭവിക്കുന്ന അതേ ദൃശ്യമികവോടെയും മായിക കാഴ്ചയോടെയും നിങ്ങൾക്കും കണ്ടിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് മോഡിൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടി മാത്രം വീഡിയോ കാണുക എന്ന പ്രത്യേക നിർദ്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ തെക്ക് വടക്ക് ദിശയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്കാണ് വീഡിയോയിൽ ISS സഞ്ചരിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് നേരെ രാത്രിയിൽ തിളങ്ങുന്ന ഇന്ത്യൻ നഗരക്കാഴ്ചകളിലേക്കാണ് വരുന്നത്. അതിനിടയിൽ ചില മിന്നൽ വെളിച്ചങ്ങളും കാണാം. ആ പർപ്പിൾ നിറത്തിൽ മിന്നുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് എന്ന് ശുഭാൻശു പറയുന്നു. പതിയെ വെളിച്ചം മങ്ങി ഒരു ഇരുണ്ട പ്രദേശം പ്രത്യക്ഷപ്പെടുന്നു. അത് ഹിമാലയ പർവ്വതനിരകളാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ISS മുന്നോട്ടു നീങ്ങുന്നതിനിടെ ഭൂമിയിൽ വീണ്ടും വെളിച്ചം പരക്കുന്നുണ്ട്. ഒരു മനോഹരമായ സൂര്യോദയമാണ് ഭ്രമണപഥത്തിൽ ദൃശ്യമാകുന്നത്. പശ്ചാത്തലത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതും കാണാമെന്നും ശുഭാൻശു വെളിപ്പെടുത്തുന്നു. പ്രകൃതിയുടെ ഒരു മാസ്മരിക നൃത്തം പോലെയായിരുന്നു ആ കാഴ്ചകൾ. അതിമനോഹരമായ ദൃശ്യവിരുന്നായിരുന്നുവെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരു സങ്കടം കൂടി ശുഭാൻശു പങ്കുവെക്കുന്നുണ്ട്. വർഷകാലത്തായിരുന്നു ISS ഇന്ത്യയുടെ ഭാഗത്തെത്തുന്നത്. ആ സമയത്ത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളും മേഘാവൃതമായിരുന്നു. അതിനാൽ ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്താനായില്ല. സാധ്യമായ രീതിയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്നതെന്നും ശുഭാൻശു എക്സ് പോസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിച്ചിരുന്നത്. അകത്തെ സംവിധാനങ്ങൾ അത്രയും മികച്ചതായതിനാൽ അതിന്റെ ഒരു തരത്തിലുമുള്ള കുലുക്കമോ ദുരനുഭവങ്ങളോ ബഹിരാകാശ സഞ്ചാരികൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഒരു ദിവസം 16 സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും സംഘം സാക്ഷിയായിരുന്നു. തുടക്കത്തിൽ ഈ പുതിയ അന്തരീക്ഷത്തിൽ ഉറങ്ങാനും കുടിക്കാനും കഴിക്കാനും എല്ലാം ദുഷ്കരമായിരുന്നു. പതിയെയാണ് പുതിയ കാലാവസ്ഥയോട് ഒത്തിണങ്ങുന്നതെന്നും ശുഭാൻശു നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 28-ന് ISS-ൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം തത്സമയം സംവദിച്ചിരുന്നു. പുറത്തുനിന്ന് ഭൂമിയെ നോക്കിക്കാണുമ്പോൾ അവിടെ ഒരു അതിർത്തിയോ രാജ്യമോ ഒന്നും കാണാനാകില്ല എന്നാണ് അന്ന് അദ്ദേഹം മോദിയോട് പങ്കുവച്ച പ്രധാന സന്ദേശങ്ങളിലൊന്ന്. നമ്മളെല്ലാം ഒറ്റ മനുഷ്യകുലത്തിന്റെ ഭാഗമാണ്. ഭൂമിയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഏക ഭവനവും. അതിർത്തികൾ കൊണ്ട് വേർതിരിക്കപ്പെടാത്ത ഒരൊറ്റ ഏകരൂപമായാണ് ഭൂമിയെ കാണുന്നതെന്നും അന്ന് ശുഭാൻശു അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ശുഭാൻശുവിന്റെ ഈ ബഹിരാകാശ യാത്ര. ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ അതിവേഗത്തിലുള്ള കുതിച്ചുചാട്ടത്തിന്റെ തെളിവാണിതെന്നാണ് ISRO ചെയർമാൻ വി നാരായണനും വിശേഷിപ്പിച്ചത്.
2027 നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിന്റെ മുന്നൊരുക്കത്തിൽ വിലപ്പെട്ട സംഭാവനകൾ അർപ്പിക്കാൻ ശുഭാൻശുവിനും ആക്സിയം 4 സംഘത്തിന്റെ കണ്ടെത്തലുകൾക്കുമാകുമെന്നാണ് പ്രതീക്ഷ. 2035 ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുന്നു. 2040 ചന്ദ്രനിൽ ആദ്യമായൊരു ഇന്ത്യക്കാരൻ കാലുകുത്തുന്നു. അങ്ങനെ വമ്പൻ സ്വപ്ന പദ്ധതികളും ISROയ്ക്കുണ്ട്. ആ ദീർഘമായ യാത്രയിലെ നിർണായക ചുവടുവെപ്പ് കൂടിയാകും ശുഭാൻശുവിന്റെ ബഹിരാകാശ പര്യവേക്ഷണം.